ഹായ് നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 59 ഡേ 58. ഫുഡിൻ്റെ പേരിലൊരു അടി നടന്നു. നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഫുഡിൻ്റെ പേരിലുള്ള അടി അവിടെ നടക്കുന്ന സമയത്ത് കാണാൻ? നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ടോ? പേഴ്സണലി എനിക്ക് പറ്റാറില്ല. എനിക്കത്ര രസമായിട്ടൊന്നും തോന്നാറില്ല. മാത്രമല്ല വല്ലാത്തൊരു ഇറിറ്റേഷനും ദേഷ്യവും വിഷമൊക്കെയാണ് തോന്നാറുള്ളത്. കാരണം ഫുഡല്ലേ, ഒരു ഇമോഷനാണത്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്ന സംഗതി ഡിസേർവ് ചെയ്യുന്നൊരു റെസ്പെക്റ്റ് ഉണ്ട്. ആ റെസ്പെക്റ്റ് എല്ലാവരും കൊടുക്കണം ഫുഡിന്. ഈ ഫുഡിൻ്റെ പേരിലൊരു അടി തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി അഥവാ കഷ്ടകാലത്തിന് തുടങ്ങിയാൽ തന്നെ അത് കൂടുതൽ വലിച്ച് നീട്ടി സംസാരിച്ച് കൂടുതൽ വഷളാക്കാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാരണം അത്ര സുഖം തോന്നുന്നില്ല. ഓരോ ഓരോ എന്ത് പറയാനാണ്, ഈ ഒരു സീസണിൽ കൂടുതലും ഈ കിച്ചൺ ഏരിയയിലാണ് കൂടുതൽ ഈ വഴക്ക് നടക്കുന്നത്. പിന്നെ ഫുഡിൻ്റെ പേരിലൊക്കെ ആവശ്യമില്ലാത്ത ടോക്ക് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ഈസ് റിയലി ബാഡ്. ദാറ്റ് ഈസ് റിയലി ഇറിറ്റേറ്റിംഗ്. ആൻഡ് ഈ ഫുഡ് എന്ന് പറയുന്ന സംഗതിക്ക് ജീവൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പോയേനെ. വെറുതെ പറയുന്നതല്ല. കാരണം ഫുഡ് എന്ന് പറയുന്ന സംഗതിക്ക് ഒരു ഇമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ വന്നിട്ട് തള്ളിയിട്ട് പോയിട്ടുണ്ടാവും. ബിക്കോസ് ഇവരൊക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ഫുഡിനോട് കൊടുക്കണം, അകത്തേക്ക് ചെല്ലുന്നതുകൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു ഒരു സ്നേഹം ഫുഡിനോട് ഉണ്ടായിരിക്കണം. അല്ലാതെ അതിൻ്റെ മുമ്പിൽ കടന്നിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഒരു വഴക്കുണ്ടായി, ഒരുപാട് സംസാരം ഉണ്ടായി. എന്തിന്? ഇതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ. എനിക്ക് രസമായിട്ട് തോന്നാറില്ല ഫുഡിൻ്റെ പേരിലുള്ള അടി കാണുന്ന സമയത്ത്. എൻജോയ് ചെയ്യാറില്ല ഞാൻ. അതൊക്കെ ഒരു കണ്ടൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് റിയലി ബാഡ്. ഇപ്പോൾ അനീഷും ഷാനവാസും തമ്മിൽ ഒരു വഴക്ക്. അനീഷും ഷാനവാസും എന്നല്ല അത്, പക്ഷേ അവർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ ആണല്ലോ. പക്ഷെ എന്നാലും ഒരു വിഷയം വന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ സംസാരിച്ചു എന്നുള്ളത് നന്നായി. ആസ് എ കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് കാരണം ഇവർ തമ്മിൽ കളിക്കാതിരിക്കുമോ എന്നുള്ള ടെൻഷൻ പോയി. അവർ കളിച്ചോളും. അവരെന്തായാലും വിഷയം വരണ സമയത്ത് തമ്മിൽ അടിക്കുന്നുണ്ട്. ആഹാ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. ഇന്നിപ്പോൾ എന്താ ഉണ്ടായത്? മര്യാദയ്ക്ക് ഇപ്പം എന്താണ്, ആഹാരം എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കാമെന്നായിരുന്നല്ലോ തീരുമാനം. അങ്ങനെ ഒരു തീരുമാനമുണ്ട്. എല്ലാവരും പ്ലേറ്റായിട്ട് വരിക്കിനെ നിൽക്കുകയാണ്. അനുമോള് വിളമ്പിക്കോട്ടെ. ഈക്വലായിട്ട് അല്ലാണ്ട് ഒരാൾക്ക് എക്സ്ട്രാ വലുതായിട്ട് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. അവർ ഈക്വലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. മര്യാദയ്ക്ക് നിൽക്കുക. ഫുഡല്ലേ, ഈക്വലായിട്ട് വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് അങ്ങോട്ട് കഴിക്കുക. കിട്ടണത് കഴിച്ചിട്ട് സന്തോഷമായിട്ട് പോയി കിടന്നുറങ്ങുക. അല്ലെങ്കിൽ വേറെ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. അങ്ങനെയൊക്കെ വേണ്ടേ അത് ഡീൽ ചെയ്യാൻ. നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അല്ലാതെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് നമ്മൾ അവിടെ പാത്രത്തിൽ പോയിട്ട് വാരുക, പിടിക്കുക. എന്തിനാണ് നമ്മൾ അത്തരത്തിലുള്ള അലമ്പ പരിപാടികൾ കാണിക്കാൻ വേണ്ടി നിൽക്കേണ്ട കാര്യം? ഷാനവാസ് അങ്ങനെ പോയിട്ട് പെറുക്കുന്ന പരിപാടിയൊക്കെ ആക്ച്വലി കണ്ടു. ആരിനും പെറുക്കുന്നൊരു സംഗതി കണ്ടു. ഇതിൽ ആരാദ്യം ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. അതൊക്കെ വെറുതെ ഇമ്മച്ചുവേർഡായിട്ടുള്ള ഒരു തോട്ടാണ്. അതുകൊണ്ട് സംഗതി മെച്ചുവേർഡായിട്ട് ഇരിക്കുക എല്ലാവരും എന്നുള്ളതാണ് കാണേണ്ടത്. ആദ്യം ചെയ്താലും രണ്ടാമതും ചെയ്താലും ഒക്കെ തെറ്റ് തന്നെയാണ്. പോയിട്ട് പെറുക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ തമാശയാണ് അവർ ഉദ്ദേശിച്ച് ചെയ്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തമാശയല്ല, അതൊരു റോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സാഹചര്യം നോക്കണ്ടേ. ഇപ്പോൾ കുറേ ആൾക്കാർ പറയും ഇപ്പോൾ ഷാനവാസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാവരും പെറുക്കിയെടുത്തു അങ്ങനെ ഇങ്ങനെ. ആ സാഹചര്യം വേറെ, ഈ സാഹചര്യം വേറെ. അപ്പം നമ്മളിങ്ങനെ ഒരു തെറ്റിനെ മറ്റൊരു കാര്യം കൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ന്യായങ്ങൾ എല്ലാ ആൾക്കാർക്കും പറയാനുണ്ടാവും. അങ്ങനെയല്ലല്ലോ. നമ്മൾ പരമാവധി എല്ലാ സിറ്റുവേഷനിലും ഒരു മര്യാദ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഷാനവാസിൻ്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നിയെന്നല്ല, ഷാനവാസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്. മര്യാദയ്ക്ക് ആഹാരം അവനവന് കിട്ടണത് വെയിറ്റ് ചെയ്യുക, കഴിക്കുക. അത് അങ്ങനെ കൊണ്ടുപോകണം. ഫുഡല്ലേ അത് കൊണ്ടുപോകേണ്ട ഒരു കേസാണ്. ആരാണെന്നുണ്ടെങ്കിൽ അവിടെ അലമ്പ് കളിച്ചു, രണ്ടുപേരുടെ ഭാഗത്തും ആക്ച്വലി മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞു, ആരാദ്യം ചെയ്തു എന്നുള്ളതൊന്നുമല്ല. അവിടെ രണ്ടുപേരും പാലിക്കേണ്ട ഒരു സാധനമുണ്ട്. രണ്ടുപേരുടെ ഭാഗത്തും ആക്ച്വലി മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ ഇപ്പോൾ അനീഷ് ആണെന്നുണ്ടെങ്കിലും എന്താണ്, അവിടെ സൈലൻ്റ് ആയിട്ട് ഇരുന്നില്ല. അനീഷ് അവിടെ ഷാനവാസിൻ്റെ എഗെയിൻസ്റ്റ് സംസാരിച്ചു. നീ എന്നെയാണ് അലമ്പാക്കിയത്, നീ എന്നെയാണ് പ്രശ്നമാക്കിയത് എന്നുള്ള രീതിയിൽ മൂപ്പര് സംസാരിക്കുന്നത് നമ്മൾ ആക്ച്വലി കണ്ടായിരുന്നു. അപ്പോൾ അത് ഈ അനീഷിൻ്റെ വീട്ടുകാർ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ പറഞ്ഞതിൻ്റെ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് അനീഷ് ആ ഷാനവാസിൻ്റെ എഗെയിൻസ്റ്റ് പറഞ്ഞു തുടങ്ങിയതാണോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സിംഗിളായിട്ട് കളിച്ചു തുടങ്ങിയതാണോ അല്ലേ എന്നുള്ളതൊന്നും ആക്ച്വലി എനിക്ക് അതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. ബട്ട് എന്താണെങ്കിലും ഇവർ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ പോകുമോ, ആളുടെ ഗെയിം നഷ്ടപ്പെടുമോ രണ്ടുപേരുടെയും എന്നുള്ളൊരു ചിന്ത ഇനി നമുക്ക് ആവശ്യമില്ല. കാരണം
കളിച്ചോളും അവർ. അതൊന്നും മനസ്സിലായി. കാര്യം വിഷയം വന്നു കഴിഞ്ഞാൽ അവനവന് പറയാൻ തോന്നിയ കാര്യമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും. ഇപ്പം അനീഷാണെങ്കിലും ഇപ്രാവശ്യം അനീഷ് പറഞ്ഞതിൽ ന്യായം ആക്ച്വലി ഉണ്ട്. കാരണം ഷാനവാസ് അവിടെ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. അത് അനീഷ് ചോദ്യം ചെയ്തു, അനീഷ് അവിടെ സംസാരിച്ചു, എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചു. പിന്നെ ഇവർ തമ്മിൽ ഇങ്ങോട്ടൊക്കെ ആയിട്ട് വർത്താനൊക്കെ ആയി. അവസാനം ഷാനവാസ് അവിടെ നിന്നാൽ പിന്നെ നീ മുഴുകി തിന്നെന്ന് പറഞ്ഞിട്ട് എണീറ്റങ്ങോട്ട് പോണതാണ് നമ്മൾ കണ്ടത്. തെറ്റാണ്, എന്തിനാണ്? പിന്നെ അനീഷ് ചില വേർഡ്സ് ഉപയോഗിച്ചു. എന്താ പറയുക, നിനക്ക് എങ്ങനെയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നത് എന്നുള്ളൊരു സംസാരിച്ചു. അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ അതാ ഞാൻ പറഞ്ഞത്, ഈ ഫുഡിൻ്റെ പേരിൽ ഒരു വഴക്ക് തുടങ്ങി അതിനുശേഷം അത് വഷളാവാതിരിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് വഷളാക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ഫുഡിൻ്റെ പേരിലും നമ്മുടെ വായിന്ന് ഓരോ സാധനങ്ങൾ ചാടി വരുന്ന സമയത്ത് അത് ഒരു അലമ്പാണ്, വൃത്തികേടാണ്. കേൾക്കുന്ന നമുക്കാണെങ്കിലും പ്രേക്ഷകർക്കാണെങ്കിലും വൃത്തികേടായിട്ടുള്ള സംഭവം. അപ്പോൾ ഷാനവാസ് ചെയ്തത് മിസ്റ്റേക്കാണ്. അതേപോലെ അനീഷ് അത് ചൂണ്ടിക്കാണിച്ചത് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അത് പറയേണ്ട കാര്യം അനീഷ് സംസാരിച്ചു, എതിർത്ത് സംസാരിക്കേണ്ടത് സംസാരിച്ചു. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് ഈ ചില വേർഡ്സ് അല്ലെങ്കിൽ ചില സാധനങ്ങൾ പറയുന്ന ഇതുണ്ടല്ലോ, അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സുഖമില്ല, ഞാൻ പറഞ്ഞില്ല, ആ ടേമിലാണ് ഞാൻ പറയുന്നത്. സുഖമില്ലാത്ത ഒരു സംഭവമാണ് ഇതൊന്നും കേൾക്കുമ്പോഴേ. എങ്ങനെയാണ് ഈ ഇറങ്ങണത് എന്നൊക്കെയുള്ളൊരു സംഭവം എനിക്ക് ഇറിറ്റേഷൻ തോന്നി. അപ്പോൾ സംഗതി ഷാനവാസ് മിസ്റ്റേക്കാണ്. അനീഷ് അവിടെ അത് ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അനീഷ് ഷാനവാസിൻ്റെ അഗെയിൻസ്റ്റ് സംസാരിച്ചു. പറയേണ്ട കാര്യം തന്നെയാണ് പറഞ്ഞു. പക്ഷേ വാക്കുകളൊന്ന് ചെറുതായിട്ട് നോക്കി താക്കായെന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ആ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എൻ്റെ ഒരു സ്റ്റാൻഡ്. പിന്നെ അനുമോൾ അവിടെ പോയി നിന്നിട്ട് കരയണതൊക്കെ ആക്ച്വലി കണ്ടു ഭയങ്കരമായിട്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തിന് കരയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അവർക്ക് കരച്ചിൽ വന്നു, അവർ കരഞ്ഞു. ബട്ട് സ്റ്റിൽ എന്തിനാണ്? വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുക്കുക, കഴിക്കുക, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടങ്ങ് പോയാൽ മതിയായിരുന്നു. അതായിരുന്നു കൂടുതൽ നല്ലത്. അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ അവർ അലമ്പ് കാണിച്ചു എന്നും പറഞ്ഞിട്ട് പോയിട്ടിരുന്ന് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം അത് ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, അത് അവർക്ക് കരച്ചിൽ വന്നപ്പോൾ കരഞ്ഞായിരിക്കും. പക്ഷെ എന്തിനാണ്, എന്ത് കാര്യമാണ് ആക്ച്വലി ഉള്ളത്? പിന്നെ അനുമോളാണെങ്കിലും അവിടെ പോയിട്ടൊന്ന് പറയണ്ടായിരുന്നു. എന്താണ് പട്ടിണി നടക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രാക്ക് മൂഡിൽ എന്തൊക്കെയൊക്കെയോ സംസാരിച്ചു. സംഗതി ഇമോഷണലായിട്ടാണെങ്കിലും ദേഷ്യം വന്നിട്ടാണെന്നുണ്ടെങ്കിലും എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, അപ്പുറത്തൊരാൾ മിസ്റ്റേക്ക് ചെയ്തു. ആ മിസ്റ്റേക്കിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മിസ്റ്റേക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് കണ്ടിട്ടൊക്കെ ഉപയോഗിക്കാം. അല്ലാതെ അവിടെയും ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, എന്താണ് പട്ടിണി കിടക്കുന്നോ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലൊരു പ്രാക്ക് മൂഡിലൊക്കെ പറയുന്നത് അതൊന്നും ഒരു സുഖമില്ല കാക്കാൻ. മനസ്സിലായോ? ഇതിൽ ന്യായം അന്യായം ഒന്നും സംസാരിക്കുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇറിറ്റേഷനാണ് തോന്നുന്നത്. എനിക്ക് ഫുഡിൻ്റെ പേരിൽ ഇങ്ങനത്തെ ടോക്ക് കാണുമ്പോഴേ പൊതുവെ പൊളിഞ്ഞ് കയറും. അതായത് എനിക്ക് ഇതിൻ്റെ അകത്ത് ഞാൻ ആരും ന്യായീകരിക്കില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് എനിക്ക് ഫുഡിനെ ആൾക്കാർ ഈ ലെവലിൽ ഫുഡിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ എനിക്ക് എല്ലാവരോടും എതിർപ്പും വൈരാഗ്യമാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. ഇതെൻ്റെ സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതങ്ങനെ പോയി. പിന്നെന്താണ്, ആദില എല്ലാവരുടെയും അക്ബറിൻ്റെ ഉമ്മ വന്നു, നന്നായിരുന്നു. ബാബുവിൻ്റെ ഉമ്മ അതേപോലെ ഭാര്യ വളരെ സ്മാർട്ടാണ്. അക്ബറിന് ഭയങ്കര മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, സൂചനകൾ കൊടുക്കുന്നുണ്ട്. ബീൻ ബാഗിലിരിക്കല്ലേ, നടക്കുക, ഇടിച്ചിട്ട് എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ, ഉള്ള കാര്യമാണ്. അക്ബർ വന്ന സമയത്ത് അവർ പറഞ്ഞ കാര്യം കറക്റ്റ് കേട്ടോ. ഭാര്യ പറഞ്ഞ കാര്യം കറക്റ്റാണ്. അതായത് അടിച്ച് കയറാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള രീതിയിൽ സത്യമാണ്. അക്ബർ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൈൻഡ് ഗെയിം കളിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അത് തുടക്കം തൊട്ടേ നമുക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. പക്ഷേ അക്ബർ എവിടെയോ ഒന്ന് ഒതുങ്ങിപ്പോയി, ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയി. അങ്ങോട്ട് കയറി വരാത്തൊരു സാഹചര്യം അക്ബറിനുള്ളതായിട്ട് എനിക്ക് തോന്നി. എവിടേക്ക് ഒതുങ്ങിപ്പോകുന്നത്. അത് ഭാര്യ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഇങ്ങനെ ഇരുന്നാൽ പോലെ കയറി വരണം എന്നുള്ളൊരു സംഗതി പറഞ്ഞത് അക്ബറിൻ്റെ കേസിൽ വളരെ കറക്റ്റാണ്. അത് അക്ബർ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാക്കി അക്ബറിന് കൊള്ളാം, ഇല്ലെങ്കിൽ അക്ബറിന് കൊള്ളും. പിന്നെ എന്താണ്, ആദില നൂറുടെ എനിക്ക് സത്യത്തിൽ വിഷമമായി. കാര്യം അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും അവരുടെ പാരൻസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സിസ്റ്ററെങ്കിലും വരണമെന്ന് അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ വന്നത് അവരുടെ ഫ്രണ്ട്സാണ്. ജാസ്മിനും എന്താ പറയുക ദിയാസാനിയാണ് വന്നത്. അവർ പുറത്തേക്ക് ആ വിഷമമൊന്നും കാണിച്ചില്ല. ബട്ട് അവരുടെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വിഷമം ഉണ്ടാവും. എന്തിനാണ് പാരൻസിന് വരാമായിരുന്നു. എത്ര നാളിങ്ങനെ ഇതായിട്ട് നിൽക്കും. ഏതായാലും ജാസ്മിനും ദിയാസാനെയും എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരുടെ ആറ്റിറ്റ്യൂഡ്, ദേ ആർ റിയലി എന്താ പറയുക,
എന്താ പറയുക വന്നിട്ട് നെഗറ്റീവാക്കി പോകുന്നൊരു സാഹചര്യമൊന്നും ആയിരുന്നില്ല. അത് അവരും അതിൽ മനസ്സുകൊണ്ട് എന്താ പറയുക പ്രിപ്പയർഡ് ആയിരുന്നു തോന്നുന്നു. റിയാസ് പോയിട്ട് ഓൾറെഡി അവിടെ നശിപ്പിച്ചു. അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. ബട്ട് അവരെനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ വന്നു, വളരെ മാന്യമായിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിച്ചു, എല്ലാവരുടെ അടുത്തും ഡീൽ ചെയ്തു, എൻഗേജ് ചെയ്തു, ഫണ്ണി ആയിരുന്നു, ഇറ്റ് വാസ് നൈസ്. ആൻഡ് ഇപ്പോൾ ഈവൻ ലക്ഷ്മിയുടെ മെക്കിട്ടും അവർ കയറാനൊന്നും നിന്നില്ല. അവർ വന്നത് എന്തിനാ, അവർ ഗസ്റ്റാണ്, ഗസ്റ്റും അല്ല, ഒരു ഫാമിലി വീക്കായിട്ട് വന്നതാണ് അവർ ആ പണി കഴിഞ്ഞിട്ട് പോയി. പിന്നെ ആര്യൻ്റെ ഒരു ഹിൻഡ് കൊടുത്തു, ഒറ്റയ്ക്ക് കളിക്കളിയാ എന്ന് പറഞ്ഞിട്ട്. അത് ആര്യൻ്റെ വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവർ വെളിയിൽ നിന്ന് ഗെയിമൊക്കെ കണ്ടിട്ട് പുറത്തുള്ള ഡിസ്കഷനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഉള്ളിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള വെളിവും ബോധവും ആര്യനുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എന്താണ് ആര്യൻ മാറി നിന്നിട്ട് ആരുടെടുത്തായിരുന്നു അത് ഗിസൈലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇവർ ഫാമിലി വീക്കാണ്, അവർ വന്നിട്ട് എന്താണ് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എന്താണ് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിലെ കാര്യം ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വൈ ആര്യൻ ഈസ് ലൈക്ക് ദിസ്. ബിക്കോസ് മൂപ്പര് ആലോചിക്കാതെ സംസാരിച്ചതിന് ശേഷം ആലോചിക്കണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എപ്പോഴും ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ചിട്ടൊന്ന് തിങ്ക് ചെയ്തിട്ട് വേണം പ്രോസസ്സ് ചെയ്യാൻ, തലച്ചോറ് പ്രോസസ്സ് ചെയ്യാൻ, എന്നിട്ട് വേണം വെർബലി വായിൽ നിന്ന് ഓരോ സാധനങ്ങൾ വരാൻ. ആര്യന് അതൊരു ഹിൻ്റായിട്ട് എടുത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൂടെ? അതല്ലാതെ പിന്നെയും അവരങ്ങനെ വന്ന് പറഞ്ഞു എന്നുള്ളൊരു കാര്യം കൊണ്ട് അവരോട് വിരോധം തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? അത് ഉപയോഗപ്പെടുത്തുകയല്ലേ ചെയ്യേണ്ടത്, ഉള്ള കാര്യമല്ലേ. ശരിക്കും ആര്യന് അത്യാവശ്യം എന്താണ് അതിൻ്റെ അകത്ത് ഗെയിമൊക്കെ കളിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ്. അത് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഒറ്റയ്ക്ക് നിന്നാലും കളിക്കാനുള്ള വകുപ്പുള്ളൊരു ആളാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അത്യാവശ്യം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കുറേ മാറ്റങ്ങളൊക്കെ മൂപ്പർക്കുണ്ട്. കുറച്ചും കൂടി ഒന്ന് കാര്യമായിട്ടൊക്കെ കയറി വരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കോംബോ കാരണം ബാധിക്കപ്പെടാതെ ഒറ്റയ്ക്ക് കളിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ആക്ച്വലി. ഇവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത്. ബട്ട് ആര്യനത് കുറ്റം പറഞ്ഞതായിട്ടാണ് ആര്യൻ ഫീൽ ചെയ്തത്. അതങ്ങനെയാണ് ചില ആൾക്കാർ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയിട്ട് പറയുന്നതായിരിക്കും, പക്ഷെ അതിനെ നെഗറ്റീവായിട്ട് എടുക്കുകയും ചെയ്യൂ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുഴിയിൽ പോയി കിടക്കുക വിധിയുള്ളൂ, അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെന്താണ്, കൂടുതലൊന്നും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് പറയാനില്ല. എന്താണ് ഗിസൈലും ആര്യനും തമ്മിൽ എന്തോ വഴക്കായിട്ടുണ്ട്, അതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് എപ്പിസോഡ് കണ്ടിട്ട് എനിക്ക് അതിൻ്റെ ഒരു കണക്ഷൻ കിട്ടിയില്ല. എവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം, എന്താണ് വിഷയം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിനെക്കുറിച്ച് വല്ലതും കിട്ടിയാൽ അതിനെക്കുറിച്ച് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. അതല്ലാതെ എനിക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയില്ല. പിന്നെ സാബുമാൻ്റെ അച്ഛനും അമ്മയും വന്നു. ദേ ആർ സ്വീറ്റ് പാരൻസ്. ഓ മാൻ, ദേ ആർ വെരി സ്വീറ്റ്. നല്ല ആൾക്കാർ. അവർ വന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഇപ്പോൾ തെറ്റൊന്നുമില്ല, പക്ഷെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കണം എന്നൊക്കെയാണ് പറയണത്. അതങ്ങനെ വേണം, നന്നായി. നമ്മളെല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സാബുമാൻ ഇനിയെങ്കിലും പൊങ്ങിയിട്ടൊക്കെ വരട്ടെ. അപ്പോൾ അതങ്ങനെ അങ്ങനെ. അപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ കേസ് പറയുകയാണെങ്കിലും കുറേ ആൾക്കാർ അനീഷിൻ്റെ പക്ഷത്തും ഷാനവാസിൻ്റെ പക്ഷത്തും നിന്നിട്ട് അനീഷ് ഷാനവാസിനെ ചതിച്ചു, ഷാനവാസ് അനീഷിനെ ചതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ കരയണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടോ, രണ്ടുപേരും അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചുകൊണ്ടിരുന്നാൽ മതിയോ? മുത്തമ്മയ്ക്ക് വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ച് നടക്കാൻ വേണ്ടി പോയതൊന്നുമല്ലല്ലോ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദേ ആർ കണ്ടസ്റ്റൻസ്. ഒരാളൊക്കെ കപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മനസ്സിൻ്റെ അകത്ത് ഉണ്ടായാൽ മതി. അത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം അങ്ങോട്ട് ചതിക്കേണ്ടി വന്നാൽ ചതിക്കുക, ഇങ്ങോട്ട് ചതി എന്നൊക്കെ ഉള്ളത് വലിയ വാക്കാണ്. അത് നമ്മൾ ഈ ഒരു ഷോയിൻ്റെ അകത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വാക്കൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗെയിമാണ് അതിൻ്റെ അകത്ത്. ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ അടിയത്തെ ഡിസ്ക്രിപ്ഷൻ തന്നെ നിങ്ങൾ വായിച്ച് നോക്കൂ. ബിട്രയൽ എന്ന് പറഞ്ഞ സാധനം എഴുതിയിട്ടുണ്ട്. ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അതൊക്കെ, അല്ലാതെ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അനീഷാണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ബാക്കിയുള്ളവരോ അങ്ങനെ ചതിക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലൊന്നുമല്ലല്ലോ. ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ കളിക്കുകയാണ്, ഗെയിം കളിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കളിക്കട്ടെ. അല്ലാണ്ട് ഇതിൻ്റെ അകത്ത് വെറുതെ ആവശ്യമില്ലാണ്ട് ഇതിലിപ്പോൾ എന്താണ് അനീഷിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അനീഷിനെ ക്രിട്ടിസൈസ് ചെയ്യും, ഷാനവാസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ തെറ്റുണ്ടെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നാളുടെ ഫാനാന്ന് പറഞ്ഞിട്ട് അവർ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. തെറ്റ് കണ്ട തെറ്റ് പറയുക. അല്ലാണ്ട് നമ്മളിവിടെ ചതിച്ചു അങ്ങനെ ഇങ്ങനെ, ഇതാണോ ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. ഫ്രണ്ട്ഷിപ്പ് മൈറ്റ് ബി ദർ, ബട്ട് ഇറ്റ് ഡസൻ മീൻ അവർ എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതൊന്നല്ല. അവർ ഗെയിം കളിക്കണം, ഒറ്റയ്ക്ക് കളിക്കണം. ഒറ്റയ്ക്ക് കളിക്കണം, ഒറ്റയ്ക്ക് പോട്ടെ. അങ്ങനെയല്ലേ നല്ലത്. ഉള്ളിനുള്ളിൽ ഉണ്ടായാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം ഉണ്ടായാൽ മതി.
അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയുക ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി. ബട്ട് ഗെയിമാണ് ഇത്, ഷോ ആണ് എന്നുള്ളൊരു മൈൻഡും കൂടി ആക്ച്വലി വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസ് ആക്ച്വലി രസമാണ്. പക്ഷേ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്ക് പോകുന്നുണ്ട്, ഇടയ്ക്ക് ചില സാധനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം ഇന്നത്തെ ഈ സാധനം അനാവശ്യമായ സംഭവമായിരുന്നു. ഈ പറഞ്ഞ പെറുക്കാൻ വേണ്ടി പോക്കുക, അതിൻ്റെ പേരിൽ മാസടിക്കാൻ വേണ്ടി നോക്കൽ, അതൊക്കെ അനാവശ്യമായ കാര്യങ്ങൾ. എന്തിനാണ് ഇപ്പോൾ ഷാനവാസിനെ നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാണം കെട്ട പണിക്ക് നിൽക്കല്ലേ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കേണ്ടത് ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന് കിടിലൻ ഗെയിമൊക്കെയാണ്. അല്ലാതെ ഇങ്ങനെ എന്താണ് അവിടുന്ന് പെറുക്കിയത് ഇവിടുന്ന് പെറുക്കിയത് അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചതിനെ ന്യായീകരിക്കുകയല്ല ആക്ച്വലി ചെയ്യേണ്ടത്. നിങ്ങൾ അയാളുടെ ഭാഗത്തു നിന്ന്, അയാൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻ്റ് അല്ലേ, അയാൾ മൈൻഡ് ഗെയിം കളിക്കട്ടെ, നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതാണ് എക്സ്പെക്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ അതാണ് ആഗ്രഹിക്കേണ്ടത്. അല്ലാണ്ട് അങ്ങനെ ഈ ചെയ്യുന്ന പരിപാടികളൊക്കെ ന്യായീകരിച്ച് സ്വയം നാറാൻ നിൽക്കണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആ വിഷയത്തിൽ അനീഷിൻ്റെ ഭാഗത്ത് ന്യായമാണെന്ന് ഞാൻ വിശ്വസിക്കണം. അയാൾ കാര്യം പറഞ്ഞു, അയാൾ കിച്ചൺ ക്യാപ്റ്റനാണ്, ഈസ് എ കിച്ചൺ ക്യാപ്റ്റൻ. സോ അയാൾക്ക് അവിടെ വോയിസ് ഉണ്ട്, അയാളത് പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. പറയുമ്പോൾ എല്ലാം ഭാഗവും പറയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അനീഷിൻ്റെ ചില വാക്കുകളും എടുത്തു പറയാൻ കാരണം. ഷാനവാസിൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞു, അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചില സാധനങ്ങളാണെങ്കിലും അവോയ്ഡ് ചെയ്യേണ്ട ചില വാക്കുകളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ബൈ.